ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ നയിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്ക എന്ന ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 27ാം ദിവസമാണ് ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം ക്ഷമ. ഈശോയെ പോലെ മറ്റുള്ളവരോട് പെരുമാറുവാനും ക്ഷമയോടെ കാര്യങ്ങൾ നേരിടുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുമുള്ള ഒരു മനസ്സ് നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ അക്ഷമ. സാഹചര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നടക്കാതിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റം മൂലം വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അക്ഷമ കാണിക്കുകയോ ചെയ്യുന്ന സ്വഭാവമാണ് ഇന്ന് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇന്നത്തെ ടാസ്ക്: ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ആശ്വാസം അല്ലെങ്കിൽ സുഖം ഒഴിവാക്കാൻ പരിശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന് സുഖവും ആശ്വാസവും നൽകുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് അധിക നേരം ഉറങ്ങുന്നത്, ഫോൺ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് സ്വമേധയാ ഒഴിവാക്കാൻ പരിശ്രമിക്കുക. ജഡത്തിൻ്റെ പ്രേരണകളെ നിയന്ത്രിക്കാൻ ഇത് നമ്മെ സഹായിക്കും. ഇന്നത്തെ പ്രാർത്ഥന: ഈശോയെ, എൻ്റെ ശരീരത്തിന് കഴിയാത്തത് നിന്റെ ശരീരം കൊണ്ട് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണമേ. കൂടാതെ ഈ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധന നടത്തി പ്രാർത്ഥിക്കുക. 1 നേരമോ 2 നേരമോ സാധിക്കുന്നതുപോലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു നല്ല കുമ്പസാരം നടത്തി ഒരുങ്ങുക. പൂർവികർക്ക് വേണ്ടിയുള്ള കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന ദിവസവും ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോ ഈ ചാനലിൽ ശാപവിടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന എന്ന പേരിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക എന്ന 27ാം ദിവസത്തെ ശുശ്രൂഷയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലയേറിയ ആത്മീയ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനും ടീമിനും വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ ആത്മീയ ശുശ്രൂഷ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനിലൂടെ നമുക്കായി ഒരുക്കി തരുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.